പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. കമ്പവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയോടെയാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി. ക്ഷതമാണ് മരണകാരണം എന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. നിഖിൽ, ഈ കടുവയെ പിടികൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് ചാവുകയായിരുന്നു. എന്തായാലും ഇതിലൊരു അന്തിമ തീരുമാനം എങ്ങനെയാണ് ഈ കടുവ ചത്തത് എന്ന് അറിയണമെങ്കിൽ എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമല്ലേ കഴിയുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം എപ്പോഴായിരിക്കും നടത്തുക? പ്രവിത, ഇന്ന് രാവിലെയാണ് ഈ പുലി കമ്പിവേലിയിൽ കുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം, ഏതാണ്ട് 6 മണിക്കൂറോളം വാഴപ്പുഴ മേഖലയിൽ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടായി. RRT സംഘമാണ് ആദ്യം സംഭവ സ്ഥലത്തെത്തിയത്. RRT സംഘവും വനവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആദ്യം ഇതിനെ നിരീക്ഷിക്കുകയും തുടർന്ന് വെറ്ററിനറി സർജൻ എത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് സംഭവ സ്ഥലത്തെത്തിയ ശേഷം ഇതിനെ നിരീക്ഷിക്കുകയും പുറത്ത് ആന്തരികമായി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, പരിക്കുകളോ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അതിനുശേഷമാണ് മയക്കുവെടി വെക്കുന്ന നടപടിയിലേക്ക് കടന്നത്. പക്ഷേ മയക്കുവെടി ഈ പുലിയുടെ ശരീരത്തിൽ തറച്ചിരുന്നില്ല. ശരീരത്തിൽ തട്ടിയത് തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് RRT സംഘം അവരുടെ കൈവശമുണ്ടായിരുന്ന ഷീൽഡ് ഉപയോഗിച്ച് ഈ പ്രത്യേകം എത്തിച്ചു ധോണിയിൽ നിന്ന് എത്തിച്ച കൂട്ടിലേക്ക് ഈ പുലിയെ കയറ്റുകയായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 5 മണിക്കൂർ സമയം, അതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ 5 മണിക്കൂറോളം നേരം അവിടെ വെച്ച് പരിശോധനകൾ അതിനെ നിരീക്ഷിക്കണം എന്നുള്ള കാര്യം മുൻനിർത്തിക്കൊണ്ട് അവിടെ നിലനിർത്തുകയും ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപ് ഈ പുലി ചത്തുപോവുകയുമായിരുന്നു. ഇപ്പോൾ പ്രാഥമികമായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത് ആന്തരികമായ രക്തസ്രാവമായിരിക്കാം മരണ കാരണം എന്നുള്ളതാണ്. ഇത്രയധികം സമയം കുരുങ്ങിക്കിടന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ആന്തരികമായിട്ടുള്ള ഡാമേജ് ആയിരിക്കും മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ എന്താണ് യഥാർത്ഥ മരണകാരണമെന്ന് വ്യക്തമാകൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകില്ല, നാളെ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാകൂ എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിനുശേഷം മാത്രമേ എങ്ങനെയാണ് പുലി ചത്തത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ. കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഈ കൊല്ലങ്കോട് വാഴപ്പുഴ മേഖലയെ ആകെ ആശങ്കയിലാക്കിയിരുന്ന ഒരു പുലിയാണ് ഇത്. നിരന്തരം ജനവാസ മേഖലകളിലേക്ക് എത്തുകയും ആളുകൾ ജോലിക്ക് മറ്റും പോകുമ്പോൾ, ഇത് ഒരുപാട് തോട്ടങ്ങളൊക്കെയുള്ള ഈ വാഴത്തോപ്പുകളൊക്കെയുള്ള ഒരു മേഖലയാണ്. ഈ പ്രദേശം, അതായത് പറമ്പാണ്. അപ്പോൾ അവിടെ ജോലിക്കൊക്കെ എത്തുന്ന ആളുകൾക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസമായിരുന്നു ഈ പുലിയുടെ സാന്നിധ്യം. ഇനി ഒരു പുലി കൂടി ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യവും. എന്തായാലും അതിലൊരു പുലിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിനെ പിടികൂടിയതിന് പിന്നാലെ അത് ചത്തുപോകുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും തുടർ നടപടികൾ ഇനി നാളെ ഉണ്ടാകും എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രവിത, അതിനിടെ മയക്കുവെടി പുലിയുടെ ശരീരത്തിൽ പൂർണ്ണമായും ഏറ്റില്ല എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ അതിനിടെ ഈ പുലി ഈ കമ്പിയിൽ കുരുങ്ങിയതിനിടയിൽ സംഭവിച്ചതാകാമല്ലേ ഈ രക്തസ്രാവം, ആന്തരിക രക്തസ്രാവം? തീർച്ചയായിട്ടും. കാരണം ഇത്രയധികം സമയം, ഏതാണ്ട് പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഈ പുലി ഇങ്ങനെ കുരുങ്ങിക്കിടക്കുന്നതായി കാണുന്നത്. ഉടനെ തന്നെ അവർ വാർഡ് മെമ്പർ അറിയിക്കും. വാർഡ് മെമ്പർ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ RRT സംഘത്തിന്റെ ഒരു നിരീക്ഷണ വലയത്തിലാണ് ഈ പുലി ഉള്ളത്. ഒരുപാടധികം സമയം കുരുങ്ങിക്കിടക്കുക എന്ന് മാത്രമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പലവിധത്തിലുള്ള ശ്രമങ്ങൾ പുലി നടത്തിയിരുന്നു. അതായത് ഈ പുലിയുടെ ഒരു വാലും അതോടൊപ്പം തന്നെ ഈ കാലിന്റെ താഴെ ഭാഗവുമാണ് കുരുങ്ങിയിരുന്നത്. ഈ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിനിടെ ഒരുപക്ഷെ അതിന് ആന്തരികമായി പരിക്കുകൾ പറ്റിയിരിക്കാം. ഒരുപാട് തവണ ഈ ആളുകളൊക്കെ കാണുമ്പോൾ, അടുത്തേക്ക് വനവകുപ്പ് ഉദ്യോഗസ്ഥർ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവിടുന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ പുലി നടത്തിയിരുന്നു. ആളുകളൊക്കെ നേരെ മുരൾച്ചയോടുകൂടി പാഞ്ഞെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നു. ഒരുപക്ഷെ ഇതിനിടെ ആയിരിക്കും ആന്തരികമായിട്ടുള്ള പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഇപ്പോൾ ഈ മരണത്തിലേക്ക് നയിച്ചൊരു സാഹചര്യം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ലഭ്യമാകൂ. ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ഈ പുലിയുടെ ജഡം മാറ്റും. അതിനുശേഷം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഉണ്ടാവുക. നിഖിൽ, ഈ കൊല്ലങ്കോട്ട് പുലിയുടെ സാന്നിധ്യം കുറേയേറെ ദിവസങ്ങളായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചത്ത പുലിക്ക് ഏതാണ്ട് 5 വയസ്സ് പ്രായമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേ പുലി തന്നെയാണ് മുൻപും ഇവിടെ എത്തിയിരുന്നത് എന്നാണോ നാട്ടുകാർ പറയുന്നത്? എന്താണ് ഫോറസ്റ്റിന്റെ പ്രാഥമിക നിഗമനം? പ്രവിത, 4 മുതൽ 5 വയസ്സ് വരെ, അതിനിടയിലാണ് ഈ പുലിയുടെ പ്രായം എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവിടെ കണ്ടിട്ടുള്ളതും ഏതാണ്ട് ഇതേ രീതിയിലുള്ള 2 പുലികളെയാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒന്ന് ഈ പറഞ്ഞ തരത്തിൽ, അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള, ഇപ്പോൾ ചത്ത പുലിയുടെ അതേ ശരീരപ്രകൃതമൊക്കെയുള്ള 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള ഒരു പുലിയും അതോടൊപ്പം തന്നെ ഒരു പ്രായം കുറഞ്ഞൊരു പുലിയും ഉണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ള അമ്മമാരൊക്കെ പറയുന്നത്. അവർ പലതവണ ജോലിക്ക് മറ്റും പോകുമ്പോൾ, ഈ തെങ്ങിൻതോപ്പിലേക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട്
തന്നെ 2 പുലികളുടെ സാന്നിധ്യം ഈ മേഖലയുണ്ട്. കഴിഞ്ഞ കുറേയധികം നാളുകളായി അവരത് നിരന്തരം വനവകുപ്പിനെയും മറ്റും ഈ പരാതികൾ അറിയിക്കാറുമുണ്ട്. ഇത്തരത്തിൽ പുലിയെ കണ്ടു, തങ്ങൾക്ക് ആശങ്കയുണ്ട്, ഭീതിയുണ്ട്, കുട്ടികളെ സ്കൂളിൽ അയക്കാൻ കഴിയുന്നില്ല, ട്യൂഷൻ അയക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആശങ്കയൊക്കെ അവർ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ആ ഘട്ടത്തിൽ വളരെ ഗൗരവത്തിൽ ഈ കൂട് ഉൾപ്പെടെ സ്ഥാപിക്കുന്ന നടപടിയിലേക്കൊന്നും വനവകുപ്പ് കടന്നില്ല എന്നുള്ള പരാതിയൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ വളരെ വേഗത്തിൽ അവർ ആക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഡോക്ടർ തൃശ്ശൂരിൽ നിന്ന് എത്തേണ്ടുന്ന കാലതാമസം ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സമയം പുലി കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തിയതും. അതായിരിക്കാം ഒരുപക്ഷെ ഈ പുലി ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള വിമർശനങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും യഥാർത്ഥ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഈ കൊല്ലങ്കോട്ടുകാർക്കൊരു പകുതി ആശ്വാസം എന്ന് പറയാവുന്ന തരത്തിലാണ് നിലവിൽ ഈ പുലി പിടിയിലായതോടുകൂടി ആളുകളുടെ ഒരു മാനസികാവസ്ഥ. എന്തായാലും ഇനി മറ്റൊരു പുലിയുടെ ആശങ്ക കൂടി മേഖലയിൽ ഉണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്ന കാര്യവും. പ്രവിത. ശരി, പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. കമ്പുവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയോടെയാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാകാം മരണകാരണം എന്നതാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. കൂടുതൽ വിശദാംശങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്.